ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. നയനയാണെങ്കിൽ ഗോവിന്ദനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നബിയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇവിടെ അച്ഛനെ സഹായിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്, നീ നിൻ്റെ ഭർത്താവിനെ സഹായിക്കുകയാണ് വേണ്ടത്, നീ അവിടേക്ക് എന്ന് പറയുകയാണ്. നയനയുടെ അടുത്ത് പോകാനാണ് പറയുന്നത്. പക്ഷേ നയനയ്ക്ക് പോകണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, മോൾക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ ഇനി ഇങ്ങോട്ട് വരരുത്, അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ മറന്ന് മോൾ അങ്ങനെ ജീവിച്ചോളണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കനകയും വരുന്നത്. അപ്പോൾ കനകയും അത് തന്നെയാണ് പറയുന്നത്, മോൾ വേണമെങ്കിൽ പോകണ്ടെന്നൊന്നും ഞങ്ങൾ പറയത്തില്ല, പക്ഷേ ഞങ്ങൾ അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന്, ഞങ്ങൾ ജീവിച്ചിരിപ്പില്ല എന്ന് നീ വിചാരിച്ചാൽ മതിയെന്ന്. ഇനി അനന്തപുരിയിലെ ഒരു ചടങ്ങുകൾക്ക് ഞങ്ങൾക്ക് വരാൻ താല്പര്യമില്ല, അഥവാ വന്നാലും എൻ്റെ മോളെ അവഗണിക്കുന്ന അമ്മായി അമ്മയല്ലേ ഞങ്ങൾ അവിടെ കാണേണ്ട, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നിനും താല്പര്യമില്ല എന്ന് കനകയും പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് ആകെ വിഷമമാണ്. അതിനുശേഷം നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഓഫീസിലേക്ക് പൊയ്ക്കൂടെ ആദർശേട്ടൻ്റെ കൂടെ എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, 2-3 ദിവസം കൂടി കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് പോവാമെന്ന് പറയുകയാണേ. ഇപ്പോൾ ആദർശേട്ടൻ വിളിച്ചാൽ വീട്ടിലേക്കും പോകണ്ടെന്നല്ലേ അമ്മയും അച്ഛനും പറയുന്നതെന്ന്. അപ്പോൾ കനകയും പറയുന്നുണ്ടായിരുന്നു, വീട്ടിലേക്ക് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ഞങ്ങളുണ്ടെന്ന് നീ വിചാരിക്കേണ്ട, ഞങ്ങളില്ലാന്ന് മറന്ന് നീ അവിടെ ജീവിച്ചോ എന്ന് കനകയും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാ ഇങ്ങനെ അച്ഛനും അമ്മയും ഒരു കടുത്ത തീരുമാനം എടുത്തതെന്ന് നവ്യ ചോദിക്കുകയാണ്. അപ്പോഴും അവർ ആ തീരുമാനത്തിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ആദർശ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് വന്നോടെ ചോദിക്കുകയാണ്, നവ്യ അനന്തപുരിയിലേക്ക് വിടുന്ന കാര്യം എന്തായി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, ഞങ്ങൾക്ക് പറയാമെന്നുള്ളതല്ല, ഞങ്ങൾ മോളടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന്. മോന് വേണമെങ്കിൽ നയനയെ വിളിച്ചുകൊണ്ട് പോകാം, അതിന് ഞങ്ങൾ തടസ്സമൊന്നും പറയത്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആദർശാണ് നയനയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നയന പറയുകയാണ്, ഇല്ല, കുറച്ചുകൂടി കഴിയട്ടെ, എന്നിട്ട് ഞാൻ വരാമെന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് തോന്നുമ്പോൾ കയറി വരാൻ പറ്റുന്ന വീടൊന്നും അല്ല അത് എന്നിങ്ങനെ പറയുമ്പോൾ നയനിക്ക് ആകെ വിഷമമാകണം. അപ്പോൾ കനകയാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മോൻ്റെ വീട്ടുകാർ ഇവിടെ വരുമ്പോഴും മോൻ ഇവിടെ വരുമ്പോഴും ഞങ്ങൾ മോശമായി പെരുമാറിയ നിങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു എന്ന്. മോൻ ഇങ്ങോട്ട് വരുമായിരുന്നു, മോൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരുമായിരുന്നു, അതുപോലെയാണല്ലോ എൻ്റെ മോളടുത്തും കാണിക്കുന്നതെന്ന്. അത്രയ്ക്ക് അവഗണിച്ച രീതിയിലാണല്ലോ എൻ്റെ മോളെ മോൻ്റെ അമ്മ കാണുന്നതെന്ന്. ഈ അവഗണന കുറേ ആയി ഞങ്ങൾ കാണുകയല്ലേ, ഇനി അത് ഞങ്ങൾക്ക് കാണാൻ വയ്യ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തതെന്ന്. അവിടെ ഒരു ചടങ്ങിനും ഒരു കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, മോൾ ആദർശ് മോൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ ഇല്ലയെന്ന് വിചാരിക്കട്ടെ, ഇനി അവൾ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അവൾ വരെയും വേണ്ട എന്ന്. ആദർശിന് മനസ്സിലാവുകയാണ്, ആദർശിൻ്റെ കൂടെ നയനയെ വിടുന്നതിൽ അവർക്ക് യാതൊരു എതിർപ്പുമില്ല, പക്ഷേ നയനയുടെ അടുത്ത് കാണിക്കുന്ന അവഗണനയുടെ പേരിലാണ് അവർ ഇങ്ങനെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. ആദർശിനും കേൾക്കുമ്പോൾ ഒക്കെ വിഷമാവുകയാണ്. അതിനുശേഷം ആദർശ് നയനയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പോൾ നയന പറയുകയാണ്, ഇല്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ വന്നോളാം എന്നിങ്ങനെ പറയുകയാണ്. നയന ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആദർശിനും വിഷമമാവുകയാണ്. അതിനുശേഷം ആദർശ് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യം, അച്ഛനും അമ്മയും പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞോളാമെന്ന്. ആദർശിൻ്റെ അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല എന്ന് പറയണം. അതിനുശേഷം ആദർശ് പറയുന്നുണ്ടായിരുന്നു, ബന്ധങ്ങൾ തകരുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് എന്ന്. ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അത് വലിയ പ്രശ്നങ്ങളാക്കി ഓരോ ബന്ധങ്ങളും ഇങ്ങനെ തകരുന്നതെന്ന് ആദർശ് പറയുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണെങ്കിൽ ആദർശിനാണെങ്കിൽ നയന ഇല്ലാതെയും ജീവിക്കാൻ പറ്റില്ല, നയനയ്ക്ക് ആദർശം ഇല്ലാതെയും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എപ്പോഴും അവരുടെ അവസ്ഥ. ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു, അത് മറ്റുള്ളവരും ചുറ്റുള്ളവരും അത് മനസ്സിലാക്കിയാൽ നല്ലതാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറയാവുന്നതാണെന്ന് ആദർശ് പറയുകയാണ്. വിഷമിച്ചാണ് ആദർശ് അവിടെ നിന്ന് പോകാൻ ഇറങ്ങുന്നത്. നയനയാണെങ്കിൽ ആദർശിൻ്റെ കൂടെ പോകണമെന്നൊക്കെ ഉണ്ട്. ഇനി ഗോവിന്ദനും കനകയൊക്കെ വിഷമിക്കും എന്നുള്ള കാര്യമുള്ളത് കൊണ്ടാണ് നയനയാണെങ്കിൽ ആദർശിൻ്റെ കൂടെ പോവാതിരുന്നത്. അങ്ങനെ ആദർശിൻ്റെ കൂടെ പോവാത്തതിൽ ആദർശിന് നല്ല ദേഷ്യമുണ്ട്. അതിനുശേഷം ആദർശ് പോകാൻ ഇറങ്ങുമ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോൾ മോൻ എടുത്തു തന്ന വീടാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരാനും തയ്യാറാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അതിലേട്ടൊന്നും ഞങ്ങൾ കടന്നിട്ടില്ല സംസാരം എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാൽ ഇവൾ എൻ്റെ ഭാര്യ തന്നെയാണ്, അതുകൊണ്ട് കൂടുതലൊന്നും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുകയാണ്, എന്തായാലും മോൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ വീട് മാറിത്തരാം എന്ന് പറഞ്ഞതെന്ന്. എൻ്റെ കൂടെ നയന വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്കും ഒരു മര്യാദ വേണ്ടേ, അതുകൊണ്ടാണ് ഇറങ്ങിത്തരാമെന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, എന്തായാലും ഇവൾ എൻ്റെ ഭാര്യ തന്നെയാണ്, ഇനിയിപ്പോൾ അതിലേക്കൊന്നും സംസാരം കിടക്കണ്ട എന്ന് പറഞ്ഞിട്ട്
നല്ല വിഷമിച്ച് തന്നെയാണ് ആദർശ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആദർശ് പോയതിന് ശേഷവും കനക പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് വേണമെങ്കിൽ ആദർശിൻ്റെ കൂടെ പോകാമായിരുന്നു, പിന്നെ ഞാനും അച്ഛനും ഉണ്ടെന്ന് നീ വിചാരിക്കേണ്ട എന്ന്. അനന്തപുരിയിൽ ഇനി ഒരു ഫംഗ്ഷനോ ഒരു ചടങ്ങുകളോ വന്നാൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല, ഇനി നീ ഞങ്ങളെ ഓർമ്മിക്കുകയും വേണ്ട, നീ അങ്ങോട്ട് പോയാൽ എന്നുള്ള അർത്ഥത്തിലേക്കാണ് കനക സംസാരിക്കുന്നത്. അതിനുശേഷം ആദർശിനെ ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാണെങ്കിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർമ്മിക്കുകയാണ്, ആദർശിൻ്റെ കൂടെ നയന വരുമോ എന്നുള്ള കാര്യമൊക്കെയാണ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദർശ് വരുമ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പോൾ ദേവയാനി ആദർശിനെ കാണുമ്പോൾ നയന എവിടെയെന്ന് ആദർശിനോട് ദേവയാനി ചോദിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ നയനയെ വിളിക്കാൻ പോയപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ദേവയാനിയുടെ അടുത്ത് ആദർശ് പറയുകയാണ്. ആദർശ് പറയുകയാണ്, നയനയെ വിളിച്ചപ്പോൾ അവൾക്കും വരാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ്, നയനയുടെ മേൽ കൂടുതൽ അവകാശവും ഉള്ളത് നിനക്കല്ലേ എന്ന്. ആദർശ് ചോദിക്കുകയാണ്, ഇപ്പോൾ കാലം ഏതാണെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ എന്ന്. ഇപ്പോൾ അവളും കൂടി സമ്മതിച്ചാലല്ലേ എനിക്ക് അവളെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, നീ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാരെ സമാധാനിപ്പിച്ചിട്ട് പിന്നെ വരാമെന്നാണ് അവളും പറഞ്ഞതെന്ന്. നയന വരാത്തതിൽ നല്ല ദേഷ്യം ആദർശിനുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ദേവയാനി ആദർശിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മോന് നല്ല ദേഷ്യം ഉണ്ടല്ലേ നയന വരാത്തതിലെന്ന്. എന്നിട്ട് ദേവയാനി പറയാണ്, ഇപ്പോൾ നയന വരാത്തതിൽ ഇനി എല്ലാവരും എന്നെയും കുറ്റപ്പെടുത്തുള്ളൂ എന്ന്. ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ ഇവിടെ ചടങ്ങിന് വന്നപ്പോൾ അമ്മയ്ക്ക് നല്ല രീതിയിൽ സ്നേഹത്തിൽ അവളുടെ അടുത്ത് സംസാരിച്ചു കൂടെ ആയിരുന്നു. നല്ല രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ അവളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അവളെ നല്ല രീതിയിൽ സംസാരിക്കാത്തത് കൊണ്ടാണ് അവളെ അവരവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയതെന്ന്. വേനി പറയണേ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ് ഇനി എല്ലാ പഴിയും എൻ്റെ തലയിൽ തന്നെ വരുമെന്ന്. അതുകൊണ്ടാണ് നിന്നെ അവളുടെ അടുത്ത് വിളിച്ചുകൊണ്ട് വന്നൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചതെന്ന്. ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ അച്ഛനും അമ്മയും സമാധാനിപ്പിച്ചിട്ട് പിന്നെ വന്നോളാമെന്നാണ് പറഞ്ഞതെന്ന്. അമ്മയുടെ വാക്ക് എതിർത്തിട്ടായാലും ഒരു ദിവസം നവിയുടെ വീട്ടിൽ നിൽക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല. അമ്മയെ എതിർത്തിട്ട് ഇനിയൊന്നും അത് എനിക്ക് നടപ്പിലാക്കുകയും വേണ്ട എന്ന് ആദർശ് പറയുകയാണ്. എനിക്കിനി ഒന്നും നേടാനുമില്ല അമ്മയെ എതിർത്തിട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയണേ, നീ അത് അവിടെ പോയി കിടക്കുന്നതിൽ എനിക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നയനെ ഫോൺ വിളിച്ച് ദേവയാനിയാണെങ്കിൽ നയനയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്താ വരാത്തതെന്നൊക്കെ. അപ്പോൾ നയനയാണെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നയന ഓരോന്നായിട്ട് ദേവയാനിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ വരുന്നതിൽ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല, പക്ഷേ ഞാൻ അവിടെ വന്നതിന് ശേഷം ഇങ്ങോട്ട് അച്ഛനും അമ്മയും കാണാൻ വരില്ലെന്നാണ് അവരും പറയുന്നതെന്ന്. ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ദേവയാനി പറയുകയാണ്, നീ 2 ദിവസം കൂടി ക്ഷമിക്കുക, നമുക്ക് എന്തെങ്കിലും തീരുമാനം അതിനകം എടുക്കാമെന്ന്. ദേവയാനി നയനയും കൂടി സംസാരിക്കുന്നതെല്ലാം നന്ദുവും കനകയും കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിനാണെങ്കിൽ ഇവരെ സംസാരമെല്ലാം കേൾക്കുമ്പോൾ നല്ല ചിരിയാണ് വരുന്നത്. നയന ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, അച്ഛൻ അങ്ങനെ വാശിയൊന്നും കാണിക്കാത്ത ആളാണ്, അപ്പോൾ അച്ഛന് ഭയങ്കര വാശിയാണ് എന്ന്. ദേവയാനി പറയാണ്, ഇതിനൊരു തീരുമാനം നമുക്ക് എടുക്കാമെന്ന്. ഇങ്ങനെ പറയുമ്പോൾ നയനിക്കും ആകെ സന്തോഷമാവുക. അതിനുശേഷം ദേവയാനിയാണ് ഞാൻ നയനയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആദർശ് വിളിച്ചപ്പോൾ വരാത്തതിന് ആദർശിന് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് പറയാന് ശേഷം ഒരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ട് കോളൊക്കെ കട്ട് ചെയ്യണേ. നയന കോൾ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ കനകയും നന്ദുവും അവിടെ നിന്ന് മാറുകയാണ്. അതിനുശേഷം കനകയും നന്ദുവും ഗോവിന്ദൻ്റെ അടുത്ത് പോയി പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നേ. കനക പറയുന്നുണ്ടായിരുന്നു, അമ്മായിയമ്മയും മരുമകളും ചേർന്ന് നമ്മളെ കുറേ കുരങ്ങ് കളിപ്പിച്ചല്ലേ, ഇനി രണ്ടുപേരും കുറച്ച് നീറട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദനാണെങ്കിൽ കനകയുടെ അടുത്ത് ചോദിക്കുകയാണ്, ആദർശമോൻ വിളിച്ചിട്ട് നമ്മൾ പോവാത്ത ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കനക പറയണം, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരങ്ങ് തീർത്തോളുമെന്ന്. അതുപോലെയല്ലേ രണ്ടുപേരും കൂടെ ചേർന്ന് ആദർശ് മോനെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയന വരികയാണ്. വരുമ്പോൾ ഗോവിന്ദൻ പറയുകയാണ്, മോളെടുത്ത് വീണ്ടും ഞാൻ പറയണം, മോൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, പിന്നെ ഇങ്ങോട്ട് അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരില്ലെന്നല്ലേ പറഞ്ഞത്, എനിക്കാണെങ്കിൽ അച്ഛനും അമ്മയും വേണം, ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാവരും വേണം. എന്നിട്ട് നയന പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ അമ്മ ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ എന്നെ പറയാൻ തുടങ്ങിയത്, കല്യാണം കഴിഞ്ഞ് പോയ നാൾ മുതലേ എന്നെ പറയുകയല്ലേ, അന്നൊന്നും എടുക്കാത്ത തീരുമാനം ഇപ്പോൾ എന്താ എടുത്ത്, ഇതിനൊക്കെ വ്യക്തമായ ഒരു തീരുമാനം ആദർശേട്ടൻ്റെ അമ്മ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഗോവിന്ദനും കനകയും കൂടെ പറയുകയാണ്, മോളോ അവർക്ക് വേണ്ടി എന്തെല്ലാം സഹായം ചെയ്തു കൊടുത്താണ്, കരട് വരെ ദാനമായിട്ട് കൊടുത്തില്ല, എന്നിട്ട് മോളടുത്ത് ഇങ്ങനെയാണ് അവർ പെരുമാറേണ്ടിയിരുന്നതെന്ന്. അപ്പോൾ നയനെ പറയുകയാണ്, എന്തിനാ ഞാൻ ചെയ്ത സഹായങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നതെന്ന്. നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ അമ്മയെ സഹായിച്ചത് ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ എന്ന്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, ദേവയാനിക്ക് അറിയത്തില്ലെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ളവർക്കെല്ലാം ആ കാര്യം അറിയത്തില്ലേ എന്ന്. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, 7-ാം മാസത്തെ ചടങ്ങിന് നവ്യേച്ചിയുടെ ചടങ്ങിന് വന്നപ്പോൾ ചേച്ചിയുടെ അടുത്ത് ആദർശേട്ടൻ്റെ അമ്മ സംസാരിച്ച അത്ര നല്ല രീതിക്കല്ലായിരുന്നല്ലോ, അതൊക്കെ ഒന്നും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഈ തീരുമാനം എടുത്തതെന്ന്. എന്നിട്ട് നന്ദു ആണെങ്കിൽ നയനെ സമാധാനപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ടേ.
ഈ അനന്തപുരിയിൽ എന്തൊക്കെ ചടങ്ങ് നടന്നാലും ഞങ്ങൾക്ക് അവിടെ വരാൻ താല്പര്യമില്ല, ഞങ്ങളെ ഇനി അങ്ങോട്ട് വിളിക്കേണ്ട എന്നൊക്കെയാണ് ഗോവിന്ദനും കനകയും കൂടി പറയുന്നത്. പിന്നീട് അബിയും നവിയാണ് കാണിക്കുന്നത്. അബിയാണെങ്കിൽ നവിയെ പുറത്തൊക്കെ കൊണ്ടുപോയി ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നവിയുടെ അടുത്ത് അബി പറയുകയാണ്, കഴിക്കാൻ വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചൊക്കെ കഴിക്കുക മോളെ എന്ന് പറയുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും വേണ്ട, നീ ഇപ്പോൾ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നീ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണല്ലോ എന്നെ സ്നേഹിക്കുന്നതെന്ന്, ചെയ്യുന്നത് ഇത് അതുപോലെ ആവാതെ ഇരുന്നാൽ മതി എന്നൊക്കെ നവ്യ ഇങ്ങനെ പറയുക. അങ്ങനെ ആവുകയാണെങ്കിൽ വലിയ വിഷമമാവും എന്നൊക്കെ തന്നെ നവ്യ പറയുകയാണ്. അവയാണെങ്കിലും സ്നേഹിച്ച് തകർക്കുകയാണ്, അഭിനയിക്കുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ബോധ്യമുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന്. അന്ന് നീ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ എന്നെങ്കിൽ നവ്യ പറയുകയാണ്, എൻ്റെ മനസ്സും വയറും ഒക്കെ നിറയും നീ പറഞ്ഞത് കേട്ട് എന്ന്. ഇത് നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇത് താൽക്കാലികമായ ഒരു സ്നേഹമാവരുത്, എങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും എന്ന് പറയുകയാണ്. അങ്ങനെയൊന്നുള്ള സ്നേഹമൊന്നുമല്ല, എന്തായാലും നീ എന്നെ വിശ്വസിക്കുന്ന അഭി പറയുകയാണ്. പക്ഷെ നവ്യ പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ വീട്ടിലെ മുത്തശ്ശന് ഒരു പവർ ഉണ്ടായിരുന്നല്ലോ, നല്ല ഡിസിപ്ലിനൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോൾ അസുഖമൊക്കെ ബാധിച്ചതിന് ശേഷമല്ലേ അതിനൊക്കെ ഒരു മാറ്റം വന്നതെന്ന്. നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും മുത്തശ്ശനെ ഭയന്നൊന്നും അല്ല നിന്നെ ഞാൻ സ്നേഹിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതെന്ന്. എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വരുമ്പോൾ നിനക്ക് ഭയങ്കര വിഷമമായിരുന്നല്ലോ, അതൊക്കെ മാറിയോ എന്ന് എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വരുമ്പോൾ നിനക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നല്ലോ എന്ന്. അപ്പം അബിയാണെങ്കിൽ മനസ്സിൽ ഓർക്കുന്നു, ഒരുത്തി വെച്ച ടെൻഷനാണ് എൻ്റെ വല്ലാത്ത ഗതികേടാണ് നിന്നെ സ്നേഹിക്കാൻ വന്ന അവസ്ഥയെന്ന്. ദേവയാനിയാണെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ ജയനാണെങ്കിലും വന്ന് ദേവയാനി അടിച്ച് ചോദിക്കുകയാണ്, എന്താടാ തനിക്ക് ഭയങ്കര വിഷമമെന്ന്. അപ്പോൾ ദേവയാനി പറയുകയാണ്, ആദർശമോൻ ചെന്ന് വിളിച്ചിട്ട് നയന വരുന്നില്ല, എന്നിട്ടും അവൾ വന്നില്ല, അവളുടെ അഹങ്കാരം നോക്കണേ എന്ന്. അപ്പോൾ ജയനാണെങ്കിലും പറയും, നമ്മുടെ മോൾക്കല്ല അഹങ്കാരം, അവളുടെ അമ്മായിയമ്മയ്ക്കാണ് അഹങ്കാരം എന്ന്. പിന്നീട് ജയനാണെങ്കിലും ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, നവ്യയുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷനെ വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ചെങ്കിലും നല്ല രീതിയിൽ മോളടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇൻസൾട്ടിങ് ആവുമായിരുന്നു, അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തതെന്ന്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അങ്ങനെയുള്ള രീതിയിലല്ലേ തൻ്റെ പെരുമാറ്റം എന്ന് ആദർശമോ വിളിച്ചതിൽ മോൾ വരാത്തതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, അവളുടെ അച്ഛനും അമ്മയിലും അവൾക്ക് നല്ല സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ കാണിച്ചതെന്ന്. എന്നിട്ട് ജയൻ ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, നീ ദേഷ്യവും ഇതെല്ലാം കളഞ്ഞിട്ട് മോളെ നല്ല സ്നേഹത്തോടെ പോയി അവിടെ പോയി വിളിച്ചുകൊണ്ട് വരണം എന്നിങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ദേവയാനി പറയുകയാണ്, എനിക്ക് പറ്റത്തില്ല എന്ന്. എന്നെക്കൊണ്ട് ഇനി അങ്ങോട്ട് പോകാനും പറ്റത്തില്ല, ആരുടെ മുമ്പിലും തല കുടിക്കാനും പറ്റത്തില്ല, ഇനി ഞാൻ അവളെ പോയി അങ്ങോട്ട് പോയി വിളിക്കത്തുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ജയനും പറയുകയാണ്, എങ്കിൽ ഈ വീട് ഇങ്ങനെ മുഖമായി തന്നെ തുടരുമെന്ന്. പിന്നീട് ജയനാണെങ്കിൽ ദേവയാനിയുടെ അടുത്ത് പറയുകയാണ്, ഞാനൊരു കാര്യം പറയുന്നതിൽ നിനക്ക് വിഷമമൊന്നും തോന്നരുത്, നമ്മുടെ ഈ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ആദർശനും ഒക്കെ നിന്നെക്കാളും പ്രിയപ്പെട്ടത് ഇപ്പോൾ നയനമോള് തന്നെയാണ് എന്ന്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവയാനിയാണെങ്കിൽ ജയൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.